നല്ല സെറ്റ് പടമാണ് ദൃശ്യം 3. പ്രത്യേകിച്ച് ഒന്നും നോക്കാനല്ല, നേരെ കയറി ബുക്ക് ചെയ്തോ. കാരണം നമ്മൾ എന്താണ് ഫസ്റ്റ് സെക്കൻഡിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഫ്രാഞ്ചൈസിൽ നമുക്ക് പരിചയമായിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് ഈ തേർഡ് പാർട്ടിലുള്ളത്. നല്ല നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ പോകുന്നൊരു പടമായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഹാഫ് നമുക്കറിയാം, എങ്ങനെയാണോ ഇതിനു മുമ്പ് പണ്ടുണ്ടായിരുന്ന ദൃശ്യം പടങ്ങൾ അതേപോലെ തന്നെ ഒരു ഒരു ഡ്രാമ മോഡിൽ പക്ക ഒരു ഡ്രാമയായിട്ട് ഫസ്റ്റ് ഹാഫ് പോകുമെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോഴായിരിക്കും ഈ സാധനങ്ങൾ മുഴുവനായിട്ട് മാറി മറിയുക. ആൻഡ് ഈ സിനിമയിൽ ഇപ്പോൾ കഴിഞ്ഞ 2 പാർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ അതിൽ കുറേ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് എവിഡൻ്റ് ആയിട്ടുള്ള കുറേ സ്പോയിലർ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മറ്റേ പോലീസ് സ്റ്റേഷനെ കുറിച്ചിട്ട് ഒരു പരിപാടിയൊക്കെ നമുക്കിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പോയിലറായി പോകും. ഈ പടത്തിൽ നിന്ന് അങ്ങനെയല്ല. ഈ പടത്തിൽ ഇങ്ങനെ എടുത്ത് പറയത്തക്ക സ്പോയിലർ ഇല്ല. അങ്ങനെ എല്ലാം ഈ പടം മുഴുവൻ സ്പോയിലറാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ സ്പോയിലർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഫുൾ കഥ ഇങ്ങനെ നറേഷൻ പോലെ പറയേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ സ്പോയിലർ വരുന്നൊക്കെ വിചാരിച്ചിട്ട് അത് പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ടൈം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യാം. ആൻഡ് എന്നിട്ടും കുറേ പേര് ഈ സാധനങ്ങളൊക്കെ ഓൺലൈനിൽ റീസെൻ്റ്ലി പല സിനിമകൾക്കും നമ്മുടെ അതിരടിക്കും പിന്നെ അങ്ങനത്തെ പല സിനിമകളിൽ ഇതുപോലെ പല ക്യാമിയോ സീനുകളും അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇങ്ങനെ ഓൺലൈനിലെടുത്ത് പബ്ലിഷ് ചെയ്യുന്നത് കണ്ടു. ആ പരിപാടിയൊന്നും ചെയ്യരുത്. അത് ഒരു പടത്തിൻ്റെ ആസ്വാദനത്തെ വളരെയധികം ബാധിക്കുന്നൊരു കാര്യമാണ്. പടം കാണാത്തവർക്ക് ആ ഒരു മൊമെൻറ്റ് കിട്ടുമ്പോൾ നഷ്ടപ്പെടും. സോ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യരുത്. ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി എൻജോയ് ചെയ്യേണ്ട, വിശ്വസിച്ച് കാണാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ്. ഫസ്റ്റ് 2 പാർട്ട് പോലെ തന്നെ നല്ല എൻഗേജിങ് ആയിട്ടുള്ളൊരു പാർട്ട്. ആൻഡ് ഈ തേർഡ് പാർട്ടിന് ഇത് കഴിഞ്ഞ പാർട്ടുകളെല്ലാം തന്നെ ജിത്തു ജോസഫ് ചങ്ങായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ സാധനമല്ല, ട്വിസ്റ്റും സാധനങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ എന്താണോ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരിക, അതേപോലെ തന്നെയുള്ള അതേ പാറ്റേണിൽ തന്നെയുള്ള ദൃശ്യം ഫ്രാഞ്ചൈസിന് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും 100% ഇഷ്ടമാവുന്ന രീതിയിലാണ് ഈ സിനിമ മുഴുവനായിട്ടും മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ലൊരു ആർക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് വെറുതെ ഒരു കുത്തിക്കയറ്റുക, ഒരു അനാവശ്യമായിട്ട് ഒരു ആവശ്യമില്ലാതെ വെറുതെ പൈസയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ മാത്രം ഒരു തേർഡ് പാർട്ട് പോലെയല്ല നമുക്ക് ഫീൽ ചെയ്യുക. ഇതിൻ്റെ കഥ നല്ല ഓർഗാനിക് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇവരുടെ ആ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ, സബ് ടൈറ്റിൽ, മറ്റേ പാസ്റ്റ് നെവർ ലൈസ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇവരിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ ഇത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് ഇത് ഹിറ്റായാൽ 4th 5th ഒക്കെ ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം കേട്ടപ്പോൾ ഞാനൊരു ഊക്ക് പോലെയാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത്. ഇതെന്താ അവതാരം എന്നൊക്കെ വിചാരിച്ചത്, ഈ 4-5 പാർട്ടൊക്കെ ഇറക്കാൻ. പക്ഷേ അതിനുള്ളത് ഉണ്ട് എന്നുള്ളത് ഈ തേർഡ് പാർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഒരു കഥ ഇനി ഇവർക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു നല്ല എൻഗേജിങ് ആയിട്ട് ഇതേപോലെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള, നമ്മൾക്ക് കണ്ട് പരിചയമുള്ള ആ ഒരു ഫാമിലി, ജോർജ് കുട്ടിയും ഫാമിലിയും പിന്നെ റിട്ടേൺ ആവുന്നത് വെറുതെ ഒന്നുമല്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ലൊരു എൻ്റർടൈനർ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി കണ്ടുപോക്കുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ദൃശ്യം 3 നല്ലതാണോ മോശമാണോ മാത്രമേ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. അത് കാരണം അതിലേക്ക് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ടൊന്നും വീഡിയോയിലൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് സാധനമാണ്. എല്ലാവരും നല്ല കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആ പെർഫോമൻസിൻ്റെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പഴയ ആൾക്കാർ തന്നെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ നല്ലൊരു എൻ്റർടൈനർ തന്നെയാണ്, നല്ല പടം തന്നെയാണ്. ധൈര്യമായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാം. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.